പ്രീവിയസ് സെഷനോട് അനുബന്ധിച്ചുള്ള പ്രാക്ടീസാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ കുറേ സെൻറ്റൻസുകൾ എഴുതി പ്രാക്ടീസ് ചെയ്തു. ഇനി നമ്മൾ പരസ്പരം ഡ്രിൽ പാറ്റേണിലൂടെ ഒന്നും കൂടെ അത് പ്രാക്ടീസ് ചെയ്യാനാണ് പോകുന്നത്. നമുക്കിവിടെ സ്ക്രീനിൽ കാണിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്ത മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഒന്നും കൂടെ പറയാം. ഇൻ സ്പൈറ്റ് ഓഫ്, despite, even though, and nevertheless. ഓക്കെ, സെൻറ്റൻസുകൾ സ്ക്രീനിൽ നോക്കാം. സ്ക്രീനിൽ നിന്ന് ഓടിച്ചു പോയി അതിൻ്റെ മീനിങ്ങുകൾ പറഞ്ഞുതരാം. ദെൻ അതിനെ ഓർത്തെടുത്തിട്ട് എഴുതാൻ ശ്രമിക്കുക. കുറച്ച് കോമ്പറ്റീറ്റീവ് ആക്ടിവിറ്റിയാണ്. ഓർത്ത് എഴുതാൻ നോക്കുക, സംശയം ക്ലിയർ ചെയ്യുക, പരസ്പരം ഡിസ്കസ് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഡു ദ ആക്ടിവിറ്റി. ഓക്കെ, സോ ലെറ്റ് സി നമ്പർ 1. യു ക്യാൻ സി ഡിസ്പൈറ്റ് 10 sentences. I would explain it. Okay, then you can form your own sentences. Despite the rain, we decided to go for a walk. മഴ ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ എന്ത് ചെയ്തു? നടക്കാൻ പോകാൻ തീരുമാനിച്ചു. മഴ ഒന്നും ഗവനിക്കാതെ തന്നെ നടക്കാൻ പോകാൻ തീരുമാനിച്ചു. ഷീ സ്മൈൽഡ് ഡിസ്പൈറ്റ് ഫീലിംഗ് നെർവസ്. ആ നെർവസ് ഉണ്ടായിരുന്നിട്ട് പോലും അതൊന്നും പരിഗണിക്കാതെ നന്നായിട്ട് പുഞ്ചിരിച്ചു. ആ നെർവസോട് കൂടെ തന്നെ അതൊന്നും പരിഗണിക്കാതെ തന്നെ അവൾ നന്നായിട്ട് പുഞ്ചിരിച്ചു. നെക്സ്റ്റ് വൺ, ഡിസ്പൈറ്റ് ഹിസ് വെൽത്ത് ഹി റിമെയിൻഡ് ഹംബിൾ. അവൻ സമ്പന്നനായിട്ട് പോലും അതൊന്നും കാണിക്കാതെ തന്നെ എന്തായി? അവൻ റിമെയിൻഡ് ഹംബിൾ, വളരെ വിനീതനായി ലളിതനായി നിന്നു. നെക്സ്റ്റ് വൺ, ദ ടീം വോൺ ഡിസ്പൈറ്റ് സെവറൽ കീ പ്ലെയേഴ്സ് ബീങ് ഇഞ്ചേർഡ്. ടീം വിജയിച്ചു. അതിൻ്റെ ഇത് കോൺട്രാസ്റ്റ് ആണ് അല്ലേ? രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യണം. ഒന്ന് എന്താണ് ഒരു സാഹചര്യം, കുറേ എല്ലാ സെൻറ്റൻസുകളും അങ്ങനെ തന്നെ വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ചെയ്യുന്നത്. ശരിക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസണാണ് അവിടെ നടക്കുന്നത്. ദേ കണ്ടിന്യൂഡ് ദ പ്രൊജക്റ്റ് ഡിസ്പൈറ്റ് ഫേസിങ് മെനി ഒബ്സ്റ്റക്കിൾസ്. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തായി? അവർ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഡിസ്പൈറ്റ് ഹെർ യങ് ഏജ് ഷീ സ്പീക്സ് 5 languages ഫ്ലുവൻ്റ്ലി. അവളൊരു ചെറിയൊരു കുട്ടി ആയിരുന്നിട്ട് പോലും 5 ഭാഷകൾ നന്നായിട്ട് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. ഹി സ്റ്റേഡ് പോസിറ്റീവ് ഡിസ്പൈറ്റ് ലൂസിങ് ഹിസ് ജോബ്. അവൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് എന്തായി? അവൻ വളരെ പോസിറ്റീവാണ്, അതൊന്നും അവനെ ബാധിച്ചിട്ടില്ല. സോ ദീസ് ആർ ദ സെൻറ്റൻസസ്. Now we can go next one. Despite the heavy traffic, we reached on time. നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നിട്ട് പോലും നമുക്കവിടെ സമയത്തിന് എത്തി. She completed the marathon despite feeling exhausted. She is very tired. ടയർഡ് ആയിരുന്നത് പോലും മാരത്തോൺ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് 10 സെൻറ്റൻസുകൾ. സോ യു ഹാവ് ടു റീകോൾ ആൻഡ് റൈറ്റ്. സോ നെക്സ്റ്റ് വൺ, ഇൻസ്പൈറ്റ് ഓഫ്. ഡിസ്പൈറ്റ് പറഞ്ഞു, അതേപോലെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് ഇൻസ്പൈറ്റ് ഓഫ്, റൈറ്റ്? ഇൻസ്പൈറ്റ് ഓഫ് ദ ഹെവി റെയിൻ ദി കണ്ടിന്യൂഡ് പ്ലേയിങ് ഫുട്ബോൾ, റൈറ്റ്? നല്ല മഴ ഉണ്ടായിരുന്നിട്ട് പോലും എന്തായത്? ഒരു ഫുട്ബോൾ കളി കണ്ടിന്യൂ ചെയ്തു. നെക്സ്റ്റ് വൺ, ഷി പാസ്ഡ് ദി എക്സാം ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് സ്റ്റഡിങ് മച്ച്. കൂടുതൽ പഠിക്കാതെ തന്നെ അവൾ എന്തായി? എക്സാമിൽ പാസ്സായി. പഠിക്കാതിരുന്നിട്ട് പോലും എക്സാമിൽ പാസ്സായി. നെക്സ്റ്റ് വൺ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഫിയർ ഓഫ് ഹൈറ്റ്സ് ഹി വെൻറ്റ് ബംഗി ജമ്പിങ്. ഇൻസ്പൈറ്റ് ഓഫ് ഫിയർ, അവന് നല്ല പേടി ഉണ്ടായിരുന്നിട്ട് പോലും എന്താണ്? ഹൈറ്റ്, ഉയരങ്ങളിൽ പോവുക, ഉയരങ്ങളിൽ കയറുന്നത് ഭയങ്കര പേടി ഉണ്ടായിരുന്നിട്ട് പോലും എന്തായിരുന്നു? ബംഗി ജമ്പിങ്ങിന് പോയി. ബംഗി ജമ്പിങ് എന്ന് പറഞ്ഞാൽ വളരെ ഉയരത്തിൽ നിന്ന് നേരെ തലകുത്തി ചാടുന്നില്ലേ? നിങ്ങൾ റോപ്പൊക്കെ കെട്ടിയിട്ട് ചാടുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഗെയിമിനെയാണ് എന്ന് പറയുന്നത് ബംഗി ജമ്പിങ് എന്ന് പറയുന്നത്. ദേ അറൈവ്ഡ് ഓൺ ടൈം ഇൻസ്പൈറ്റ് ഓഫ് ദ ട്രാഫിക് ജാം. ഓക്കെ, ട്രാഫിക് ജാം ഉണ്ടായിട്ട് പോലും അവർ സമയത്തിന് എത്തി, റൈറ്റ്? നെക്സ്റ്റ് വൺ, ഇൻസ്പൈറ്റ് ഓഫ് ഫീലിംഗ് സിക്ക് ഷി വെൻറ്റ് ടു വർക്ക്. രോഗാവസ്ഥ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും എന്ത് ചെയ്തു? ജോലിക്ക് പോയി. നെക്സ്റ്റ് എന്താണ്? അതൊന്നും ഗവനിക്കാതെ തന്നെ ജോലിക്ക് പോയി. ഹി സ്മൈൽഡ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഇൻ പെയിൻ. നല്ല വേദന ഉണ്ടായിരുന്നിട്ട് പോലും എന്ത് ചെയ്തു? അവൻ പുഞ്ചിരിച്ചു. നെക്സ്റ്റ് വൺ, ഇൻസ്പൈറ്റ് ഓഫ് ദെയർ ഫിനാൻഷ്യൽ പ്രോബ്ലം ദേ വെൻറ്റ് ഓൺ വെക്കേഷൻ. സാമ്പത്തിക ബുദ്ധിമുട്ട് പരിസ്ഥിതി ഉണ്ടായിട്ട് അതൊന്നും പരിഗണിക്കാതെ തന്നെ എന്തായി? അവർ വെക്കേഷന് പോയി. ഷീ ഫിനിഷ്ഡ് ദ മാരത്തോൺ ഇൻസ്പൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി. എന്താ? മാരത്തോൺ ഫിനിഷ് ചെയ്തു.
ഇൻസ്പൈറ്റ് ഓഫ് ദ ഇഞ്ചുറി, പരിക്കുണ്ടായിട്ട് പോലും എന്തായി അന്ന് ഗവനിക്കാതെ തന്നെ മാരത്തോൺ കംപ്ലീറ്റ് ചെയ്തു. സോ ഓൾമോസ്റ്റ് ദ സെയിം സെൻറ്റൻസ് ആണ്. ദേ ഗോട്ട് മാരീഡ് ഇൻസ്പൈറ്റ് ഓഫ് ദെയർ ഫാമിലി ഒബ്ജെക്ഷൻസ്. ഫാമിലിയുടെ നല്ല ഒബ്ജക്ഷനും തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും എന്തായാലും അവർ വിവാഹം കഴിച്ചു, വിവാഹിതരായി. സോ ഇൻസ്പൈറ്റ് ഓഫ്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് വൺ. ഈവൻ though it was raining, they decided to go for a walk. Okay, മീനിങ് പറയേണ്ട ആവശ്യമില്ലാത്തതാണ്, മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഷീ സ്മൈൽഡ് ഈവൻ ദോ ഷി വാസ് ഫീലിംഗ് സാഡ് ഇൻസൈഡ്. അവൾ ഉള്ളിൽ ഭയങ്കര സാഡായിട്ടും എന്തായത് അവൾ പുഞ്ചിരിച്ചു. ഈവൻ ദോ ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡ്, ഹി സ്റ്റിൽ ഫൗണ്ട് ദി എക്സാം ഡിഫിക്കൽട്ട്. നന്നായി പഠിച്ചിട്ട് പോലും എക്സാം വളരെ പ്രയാസമായിട്ട് അവനക്ക് തോന്നി. നെക്സ്റ്റ് വൺ. I enjoyed the movie even though the plot was confusing. ഞാൻ ആ മൂവി എൻജോയ് ചെയ്തു. The plot was confusing means സ്റ്റോറി ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു, എന്നാലും മൂവി ഞാൻ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് വൺ. He kept running even though his legs were hurting. അവൻ്റെ കാലിന് മുറിവ് വേദന ഉണ്ടായിട്ട് പോലും എന്തായി അവന് കണ്ടിന്യൂ ചെയ്തു. എന്ത് ചെയ്തു? അവൻ ഓട്ടം കണ്ടിന്യൂ ചെയ്തു. Even though we left early, we still got stuck in traffic. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയെങ്കിൽ പോലും, എന്നാലും നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും എന്തായാലും ട്രാഫിക്കിൽ വഴിയിൽ കുടുങ്ങി. She passed the test even though she didn't prepare well. ശരിക്കും പ്രിപ്പയർ ചെയ്യാതെ തന്നെ അതായത് ടെസ്റ്റ് പാസ്സായിട്ട്, ശരിക്കും പ്രിപ്പയർ ചെയ്യാതെ ഇരുന്നിട്ട് പോലും ടെസ്റ്റ് പാസ്സായി. നെക്സ്റ്റ് വൺ. It was raining heavily. Nevertheless, they decided to go for a walk. Okay, അതേ കോണ്ടെക്സ്റ്റ് അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് നെവർ ദി ലെസ്. ഓക്കെ, ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നിട്ട് പോലും എന്ത് ചെയ്തു? നെവർ ദി ലെസ്, അതൊന്നും കവനിക്കാതെ ദ ഡിസൈഡഡ് ടു ഗോ ഫോർ എ വാക്ക്. അവർ നടക്കാൻ വേണ്ടി പോകാൻ തീരുമാനിച്ചു. ഹി ഹാഡ് ലിറ്റിൽ എക്സ്പീരിയൻസ്, നെവർ ദി ലെസ് ഹി ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ വെൽ. കുറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും എന്തായത് ഒന്നും അവനെ പ്രശ്നമാവാതെ അവന് വളരെ നല്ലതായിട്ട് ആ സാഹചര്യമൊക്കെ എന്ത് ചെയ്തു? അവൻ കൈകാര്യം ചെയ്തു. The test was difficult. Nevertheless, she managed to pass. ടെസ്റ്റ് ഭയങ്കര ടഫായിരുന്നു, അതൊന്നും ഗവനിക്കാതെ ഒന്നും പ്രശ്നമാക്കാതെ അതൊന്നും അവനെ ബാധിക്കാതെ തന്നെ എന്ത് ചെയ്തു? മാനേജ്ഡ് ടു പാസ്. അതൊക്കെ പാസ്സാകാൻ സാധ്യമായി. നെക്സ്റ്റ് വൺ. I warned him about the risk. Nevertheless, he went ahead with his plan. I warned him about the risk. അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചും അവനൊക്കെ ഉപദേശിച്ചു, അവനക്കൊരു വാണിംഗ് കൊടുത്തു. എന്നിട്ട് എന്തായി? നെവർദിലെസ് അതൊന്നും ഗവനിക്കാതൊന്നും പരിഗണിക്കാതെ തന്നെ ചെയ്തു. ഹി വെന്റ് അഹെഡ് വിത്ത് ഹിസ് പ്ലാൻ. അവൻ്റെ പ്ലാനുമായിട്ട് അവൻ മുന്നോട്ട് പോയി. നെക്സ്റ്റ് വൺ. ദ ഫുഡ് വാസൻ ഗ്രേറ്റ്. നെവർദിലെസ് വി എൻജോയ്ഡ് ദി ഈവനിങ്. ഫുഡ് ഭക്ഷണം അത്ര നല്ല ഭക്ഷണമൊന്നും ആയിരുന്നില്ല, അത്ര ടേസ്റ്റി ഒന്നും ആയിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു? ഈവനിങ് എൻജോയ് ചെയ്തു. ഹി വാസ് നെർവസ്. നെവർദിലെസ് ഹി ഗേവ് എ ഗ്രേറ്റ് സ്പീച്ച്. ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു, ഭയങ്കര നെർവസ് ആയിരുന്നു അല്ലേ, പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നന്നായിട്ട് പ്രസംഗം നടത്തി. ദേ ഹാഡ് എ സ്മോൾ ബഡ്ജറ്റ്. നെവർദിലെസ് ദ ഈവൻറ്റ് വാസ് എ സക്സസ്. അവർ ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതൊന്നും ആ പ്രോഗ്രാമിൽ വന്നില്ല. പ്രോഗ്രാമിൽ വളരെ ഉഷാറായിട്ട് എന്നിരുന്നാൽ പോലും അതാണ് അതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ആ പരിപാടി നന്നായി. നെക്സ്റ്റ് വൺ. ദ റോഡ് വാസ് ബ്ലോക്ക്ഡ്. നെവർദിലെസ് ദേ ഫൗണ്ട് അനദർ വേ. റോഡ് അടച്ചിരുന്നു, പക്ഷേ അവർ വേറൊരു വഴി കണ്ടു. അത് ഗമനിക്കാതെ, അതൊന്നും അവരെ കാര്യമായി ബാധിക്കാതെ അവർ വേറെ വഴി കണ്ടെത്തി. എന്നിരുന്നാൽ പോലും അവർ വേറെ വഴി കണ്ടെത്തിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഷീ ഡിഡൻറ്റ് സ്റ്റഡി മച്ച്. നെവർദിലെസ് ഷീ ഗോട്ട് ഗുഡ് ഗ്രേഡ്സ്. നന്നായി പഠിക്കാതെ തന്നെ എന്തായി? എന്നിട്ട് പഠിച്ചിട്ടില്ല, എന്നിരുന്നാലും നന്നായിട്ട് ഗ്രേഡ് മേടിക്കാൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ. വി വെർ ലേറ്റ്. നെവർദിലെസ് വി കോട്ട് ദ മെയിൻ part of the show. He was injured. Nevertheless, he finished the race. I hope minimum 5 സെൻറ്റൻസുകൾ എഴുതുക, ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, മിസ്റ്റേക്ക് ആവാതെ എഴുതാൻ ശ്രമിക്കുക, റീകോൾ ചെയ്യുക. ഒരു 10 12 11 10 9 ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സിനെ കുറിച്ചും പറഞ്ഞു, ഓരോ യൂസേജിനെ കുറിച്ചും പറഞ്ഞു. എഴുതിയതിന് ശേഷം പരസ്പരം ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തിയതിന് ശേഷം നമ്മളൊരു ഡ്രിൽ പാറ്റേണിലേക്ക് പോവാം. ഓരോരുത്തർ ഇവിടെ വന്ന് ഡ്രില്ല് ചെയ്യുക. ഓക്കെ.